പാലക്കാട് കണ്ണാടി സ്കൂളിലെ 14-കാരന്റെ ആത്മഹത്യയിൽ സസ്പെൻഷനിലുള്ള പ്രധാന അധ്യാപികയെ തിരിച്ചെടുത്ത നടപടിയിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി നൽകി അർജുന്റെ കുടുംബം. നിലവിലെ അന്വേഷണം പൂർത്തിയാകുന്നതുവരെയെങ്കിലും സസ്പെൻഷൻ തുടരണം എന്നാവശ്യം. അനുകൂലമായി മൊഴി നൽകാൻ അധ്യാപിക കുട്ടികളെ പ്രേരിപ്പിച്ചെന്ന കുടുംബത്തിന്റെ ആരോപണം. ഡിഡിഇയുടെ അധികാരം മറികടന്നാണ് ഡിഇഒയുടെ നടപടിയെന്നും പരാതി. അരുൺ ആലത്തൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, പാലക്കാട് കണ്ണാടി സ്കൂളിലെ 14-കാരന്റെ ആത്മഹത്യയിൽ സസ്പെൻഷനിലുള്ള പ്രധാന അധ്യാപികയെ തിരിച്ചെടുത്തിരിക്കുകയാണ്. ഈ നടപടിയിൽ കുടുംബം ഏത് രീതിയിലുള്ള അതൃപ്തിയാണ് രേഖപ്പെടുത്തുന്നത്? സ്കൂളിലെ പ്രധാന അധ്യാപിക ലിസി വീണ്ടും സ്കൂളിലേക്ക് എത്തിയത്. സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യക്ക് പിന്നാലെ ഈ അധ്യാപികയെ സസ്പെൻഡ് ചെയ്തിരുന്നു. കൂടാതെ കുഴൽമന്ദം പോലീസ് ഈ സംഭവത്തിൽ കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അതിനിടെയാണ് ഈ അധ്യാപികയെ തിരിച്ചെടുത്തിരിക്കുന്നത്. ഡിഡിഇയുടെ അധികാരം മറികടന്ന് ഡിഇഒയുടേതായിരുന്നു നടപടി. ഏതായാലും സംഭവത്തിൽ നിലവിലെ അന്വേഷണം പൂർത്തിയാക്കുന്നതുവരെയെങ്കിലും സസ്പെൻഷൻ തുടരണം എന്നാവശ്യപ്പെട്ടാണ് മരിച്ച അർജുന്റെ കുടുംബം ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. പ്രധാന അധ്യാപിക അനുകൂലമായി മൊഴി നൽകാൻ കുട്ടികളെ പ്രേരിപ്പിച്ചതായി അറിയാൻ സാധിച്ചു എന്ന് ഉൾപ്പെടെ ഈ കുടുംബം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. കൂടാതെ ഡിഒക്കെതിരെ മാനേജ്മെന്റിനെതിരെയും നടപടി എടുക്കണമെന്നുള്ള ആവശ്യവും പരാതിയിൽ ഉണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ഒക്ടോബർ 14-നായിരുന്നു കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന പല്ലഞ്ചാത്തന്നൂർ സ്വദേശി കൂടിയായ അർജുൻ വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. ഈ സ്കൂൾ കഴിഞ്ഞെത്തിയ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ്. പിന്നാലെ ഈ ക്ലാസ് അധ്യാപികയും അതുപോലെ തന്നെ പ്രധാന അധ്യാപികയ്ക്കും ഉൾപ്പെടെ സസ്പെൻഷൻ ലഭിക്കുകയായിരുന്നു. ക്ലാസ് അധ്യാപിക അർജുനെ മാനസികമായി പീഡിപ്പിച്ചിരുന്നെന്നും ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തിയതായൊക്കെ അന്ന് കുടുംബം ആരോപിക്കുകയും ABVP ഉൾപ്പെടെ സ്കൂളിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടത്തിയിരുന്നു. തുടർന്നായിരുന്നു ഈ 2 അധ്യാപകരെ സസ്പെൻഡ് ചെയ്യുന്ന നടപടി ഉണ്ടായത്. ഏതായാലും അതിൽ ഈ പ്രധാന അധ്യാപികയാണ് തിരിച്ചെടുത്തത്. അത് അംഗീകരിക്കാനാവില്ല. കുട്ടികൾ മൊഴിയെ ഉൾപ്പെടെ ഈ അധ്യാപിക സ്വാധീനിക്കുമെന്നാണ് കുടുംബം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്.